Audio Jungle. രാവിലെ എണീറ്റ് ഇച്ചിരി ലേറ്റായി പോയി. 7:30 ആയി ഇന്ന് എണീറ്റപ്പം. എല്ലാ ദിവസത്തെയും പോലെയല്ല, ഇന്ന് കുറച്ച് ക്ഷീണമുണ്ട്. ചില ദിവസങ്ങളിൽ ഓക്കെയാണ്. കീമോ കഴിഞ്ഞപ്പോൾ തൊട്ട് ചില ദിവസം ഭയങ്കര ക്ഷീണമുണ്ട്. ഇങ്ങനെ രാവിലെ ഒന്ന് അടുക്കളയിൽ കയറണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇന്നലെ പ്ലാൻ ഇട്ടിരുന്നതാണ്. കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഇനി പൊന്നും അടുക്കളയിൽ കയറിയിട്ടുണ്ടാവണം. ഞാൻ റൂമിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് ടാബ്ലറ്റ്സ് ഒന്നും ഇല്ല. എന്നാലും ചേട്ടായിക്ക് കൊടുക്കാനുള്ള പഞ്ചാര ഗുളികയുണ്ട്. അതിങ്ങനെ എടുത്ത് പതുക്കെ പപ്പയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടായി കാണുന്നില്ല ഇവിടെ. ചേട്ടായി കിച്ചണിൽ കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ രാവിലെ പഴങ്കഞ്ഞി അടിക്കുന്ന സ്വഭാവമുണ്ട്. കിച്ചണിലാണെന്ന് തോന്നുന്നു. മുട്ടത്തലയായിട്ടിരിക്കുവാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഷാളൊക്കെ ഇടാറുള്ളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ ചുരുട്ടി വെച്ചേക്കുവാണ്. ആരെങ്കിലും വരുമ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇറങ്ങുക. വളരെ കറക്റ്റ്. ആ പപ്പ പഴയതിന്റെ പാത്രത്തിൽ കയറിയിട്ടുണ്ട്. ഷുഗർ ഗുളി കഴിച്ചില്ലേ അപ്പേ? പൊന്നൂസിനെ കാണുന്നില്ല. പൊന്നു അടുക്കളയിൽ എന്തോ പണിയാണെന്നാ തോന്നുന്നു. പൊന്നൂസിനെ നോക്കട്ടെ. സ്പൂൺ എന്തേ മമ്മി? പൊന്നു രാവിലെ കിച്ചൺ ഡ്യൂട്ടി പൊന്നു ഏറ്റെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ അലങ്കോലയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പൊന്നൂസ് തക്കാളിയൊക്കെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. തേങ്ങ പകുതി ചിരണ്ടി കറിയൊക്കെ ആക്കിയിട്ടുണ്ട്. ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പൊന്നൂസാണ് കിച്ചണിൽ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ചിക്കൂസൊക്കെ നോക്കിക്കേ. നിറച്ച് ചിക്കു കിട്ടുന്ന. കഴിഞ്ഞ വർഷമൊക്കെ എത്ര ചിക്കു കിട്ടി. പക്ഷെ ഒന്നും വളമൊന്നും ഇട്ടിട്ടില്ല, നനച്ചിട്ടുമില്ല. എല്ലാം ഇങ്ങനെയാണ് ഉള്ളത്. വഴുതന സംഭവമൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരൊന്നും പച്ചക്കറിയുടെ ആൾക്കാരല്ല. അതുകൊണ്ട് ഇവരെ നനയ്ക്കാനൊക്കെ ഇവർക്ക് മടിയാണ്. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നനച്ച്. ഈ വർഷം അങ്ങനെ കാര്യമായിട്ടൊന്നും കൃഷിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വഴുതനയൊക്കെ ഇത്രേ ആയിട്ടുള്ളൂ. തക്കാളിയൊക്കെ കണ്ടാൽ നിങ്ങൾ വീട്ടിൽ പോയി കഴിക്കുക. കാര്യമാക്കണ്ട. ഇതും കൂടെ ഉഷാറായി കഴിഞ്ഞ ശേഷം നമ്മൾ കാര്യമായിട്ടെല്ലാം തുടങ്ങുന്നതായിരിക്കും. വേണ്ട ഇത്ര ഹൈറ്റിൽ തന്നെ നമ്മുടെ പപ്പായൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് പൂ കിട്ടിയിട്ടുണ്ട്. എല്ലാ ദിവസവും വെയിറ്റ് നോക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ഒക്കെ നോക്കട്ടെ. എല്ലാം അലങ്കോലമായിട്ടിരിക്കുന്നു. പിന്നെ അത്യാവശ്യമൊക്കെ അടുക്കി പെറുക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ. കുറച്ചൊക്കെ അടുക്കി പെറുക്കി അവിടെ വെക്കുന്നു. പൊന്നൂസ് മേലെക്കൊണ്ടൊക്കെ വെക്കുമായിരിക്കും. കാരണം അലമാരിയിലൊക്കെ അടുക്കി വെക്കുന്ന ഡ്യൂട്ടിയൊക്കെ അവളുടെയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു. എന്നെക്കൊണ്ട് അത്രയൊക്കെ ആവത്തില്ല. പിന്നെ ഡൈനിങ് റൂമൊക്കെ ഓൾറെഡി എല്ലാം ക്ലീനിങ് ആക്കി ഇടുന്നുണ്ട്. പക്ഷേ എങ്കിൽ അത്രത്തോളം എനിക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്നുമില്ല.
ദിവസേ ഒന്ന് കട്ടാക്കിക്കാം മോളെ. ഇത് കട്ടാക്കാം. ചൂടുവെള്ളം വെക്കട്ടെ. ചൂടുവെള്ളം വെക്കുന്ന കാണിച്ചേ. ഒന്നിനെ ഷേക്ക് അടിക്കാനാണോ അമ്മ? ഇന്ന് അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. ക്ഷീണമാണ്, ഞാൻ പറഞ്ഞല്ലോ ക്ഷീണം.